അമേരിക്കയല്ല, ഇന്ത്യയാണ് ഞങ്ങളുടെ കരുത്ത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വാക്കുകളാണിത്. ഇസ്രായേലിന് ലോകത്ത് അമേരിക്കയല്ലാതെ മറ്റൊരു ശക്തമായ സഖ്യകക്ഷിയില്ലെന്ന അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ പരാമർശത്തിന് വായടപ്പിക്കുന്ന മറുപടിയാണ് നെതന്യാഹു നൽകിയത്. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ഇന്ത്യ എന്ന രാജ്യത്തെക്കുറിച്ച് എടുത്തു പറയേണ്ടതുണ്ട്. 140 കോടി ജനങ്ങളുള്ള ആ രാജ്യത്ത് നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്നത് അതിശക്തമായ പിന്തുണയെന്നാണ് നെതന്യാഹു പറഞ്ഞത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഫേസ്ബുക്കിൽ ഇന്ത്യയിൽ നിന്ന് വലിയ തോതിലുള്ള പിന്തുണയാണ് തനിക്ക് ലഭിക്കുന്നതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വൈറ്റ് ഹൗസിലെ ഇസ്രായേലിന്റെ ഏറ്റവും വലിയ സുഹൃത്തെന്ന് വിശേഷിപ്പിച്ച നെതന്യാഹു താൻ JD വാൻസിനെ ബഹുമാനിക്കുന്നുണ്ടെന്നും എന്നാൽ അദ്ദേഹത്തിന്റെ എല്ലാ അഭിപ്രായങ്ങളോടും യോജിക്കാനാവില്ലെന്നും തുറന്നു പറഞ്ഞു. ഇസ്രായേലിനെതിരായ യുദ്ധങ്ങൾക്കിടയിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വലിയ പ്രതിഷേധങ്ങൾ നേരിടുന്ന ഘട്ടത്തിലാണ് നെതന്യാഹു ഇന്ത്യയെ തങ്ങളുടെ സൗഹൃദ രാജ്യമായി എടുത്തു പറഞ്ഞതെന്ന് ശ്രദ്ധേയമാണ്. ചില രാജ്യങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഇസ്രായേൽ വിരുദ്ധവും ജൂതവിരുദ്ധവുമായ പ്രചരണങ്ങൾ നടക്കുന്നത് ഫാഷനായി മാറിയിരിക്കുകയാണെന്നാണ് നെതന്യാഹു ആരോപിച്ചത്. എന്നാൽ ഇത്തരം രാജ്യങ്ങളിലെ ഭരണാധികാരികൾ പോലും സ്വകാര്യമായി തങ്ങളെ ബന്ധപ്പെടുകയും കരാറുകളിൽ ഒപ്പിടാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. തങ്ങളുടെ സൈനിക തന്ത്രങ്ങൾ പഠിക്കാൻ പല രാജ്യങ്ങളും ആവശ്യപ്പെടാറുണ്ടെന്നും അതിനാൽ പുറമെ കാണുന്നതല്ല പല രാജ്യങ്ങളുമായുള്ള യഥാർത്ഥ ബന്ധമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നേരത്തെ ഇസ്രായേൽ തങ്ങളുടെ ഏക ശക്തമായ സഖ്യകക്ഷിയായ അമേരിക്കയുമായുള്ള ബന്ധം വഷളാകരുതെന്ന് JD വാൻസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാനുമായി US ഒപ്പുവെച്ച വെടിനിർത്തൽ കരാറിനെ ന്യായീകരിക്കുന്നതിനിടെയായിരുന്നു വാൻസിന്റെ വിവാദ പരാമർശം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള കരാർ പ്രകാരം ഇസ്രായേൽ ലെബനിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കണമെന്ന വ്യവസ്ഥയുണ്ട്. എന്നാൽ ഈ ആവശ്യം അംഗീകരിക്കാൻ ഇസ്രായേൽ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇതിനിടെ ലെബനിലെ ചില ക്രിസ്ത്യൻ ഗ്രാമങ്ങൾ തങ്ങളെ ഇസ്രായേലിൽ ലയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടതായി നെതന്യാഹു അവകാശപ്പെട്ടു. ഹിസ്ബുള്ള ഭീകരരിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടിയാണ് തങ്ങൾ ഈ ഗ്രാമങ്ങളെ സഹായിക്കുന്നതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. അതേസമയം 1992 ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ള ഔപചാരിക നയതന്ത്ര ബന്ധം സ്ഥാപിതമായത്. എന്നിരുന്നാലും ഇരു രാജ്യങ്ങളും പരസ്പരം ഒരു വർഷത്തെ വ്യത്യാസത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. ശീതയുദ്ധ കാലഘട്ടത്തിലെ സങ്കീർണമായ ഭൂരാഷ്ട്രീയമാണ് പ്രാരംഭം മങ്ങിയ ബന്ധങ്ങൾക്ക് കാരണമെന്ന് പറയാം. ചേരിചേര പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഇന്ത്യ സോവിയറ്റ് യൂണിയനുമായും അറബ് ലോകവുമായും അടുത്ത ബന്ധം പുലർത്തി. മറുവശത്ത് അമേരിക്കയുടെയും നാറ്റോയുടെയും സഖ്യകക്ഷികളായിരുന്നു. 1980കളിൽ ശീതയുദ്ധം ശക്തി ക്ഷയിക്കാൻ തുടങ്ങിയതോടെ ഇന്ത്യ ഇസ്രായേൽ ബന്ധങ്ങളും ഊഷ്മളമായി തുടങ്ങി. ഉഭയകക്ഷി പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു. 1999 കാർഗിൽ സംഘർഷത്തിനിടയിലും 2001 ഭുജ് ഭൂകമ്പത്തെ തുടർന്ന് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലും ഇസ്രായേൽ ഇന്റലിജൻസ് പിന്തുണ നൽകിയപ്പോൾ ബന്ധങ്ങൾ ശക്തിപ്പെട്ടതായി വ്യക്തമായി. പൂർണ്ണ നയതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിക്കുന്നത് പരസ്പര നേട്ടങ്ങൾക്കുള്ള വഴികൾ തുറന്നു. ഇന്ന് ഇന്ത്യ ഇസ്രായേലിന്റെ പ്രാഥമിക വ്യാപാര പങ്കാളികളിൽ ഒന്നാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം സുരക്ഷാ സംബന്ധമായ കരാറുകളിലേക്കും കൃഷി, ജലശുദ്ധീകരണം തുടങ്ങിയ മേഖലകളിലെ സഹായത്തിലേക്കും വ്യാപിച്ചിരിക്കുന്നു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.